ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇപ്പോൾ കുറേ നാളായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി. പക്ഷേ ഞാൻ അതിൽ കൂടുതലും ഷോർട്സാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ലോങ് വീഡിയോ എന്താണ് ഇടുക എന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ട്രാവൽ വ്ളോഗായിരിക്കും ഇത്. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഞങ്ങൾ പോണ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പറയണത്. അപ്പോൾ ഞങ്ങൾ മൂന്നാറിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ ഒരു റോക്ക് ക്യാമ്പർ എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഒരു 1 ഡേ സ്റ്റേ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കണവരായിരിക്കും കൂടുതലും. അപ്പോൾ അതിന് പറ്റിയൊരു റിസോർട്ടാണെന്നാണ് എൻ്റെ ഒരു ഊഹം. ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയുള്ളൂ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടതായിരിക്കും. നമ്മൾ പോണ വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ സമയം ഏകദേശം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പോൾ എത്രയും ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 12:30-ക്കാണ് ഇറങ്ങിയത്. 12 മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായി. പിന്നെ ഇതിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കണമെന്ന് വെച്ചാൽ വണ്ടിയിൽ ഫുള്ള് പാട്ടായിരുന്നു. പിന്നെ കോപ്പിറൈറ്റ് വരുന്ന കാരണമാണ് ഇതിലിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തിയായിരുന്നു. ഞങ്ങളെ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം എടുത്തായിരുന്നു. കാരണം റിസോർട്ടിൽ 11:30-ക്കാണ് ഞങ്ങൾക്ക് ചെക്ക് ഇൻ. അപ്പോൾ പിന്നെ ആ ടൈമിലല്ലേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് ഞങ്ങളൊരു അതിനടുത്ത് തന്നെ ആ റിസോർട്ടിന് കുറച്ച് 2 കിലോമീറ്റർ അത്ര ഒരു ഡിസ്റ്റൻസിൽ റൂം എടുത്തായിരുന്നു. പക്ഷേ ഞങ്ങളൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും കാലത്തായിരുന്നു. കാരണം നമ്മൾ 5:30-ക്കാണല്ലോ ഇവിടെ എത്തിയത്. അപ്പോൾ ഇതാണ് കേട്ടോ രാവിലത്തെ അവിടുത്തെ വ്യൂ. നല്ല രസമുണ്ടായിരുന്നു. റൂമൊക്കെ നല്ല അടിപൊളി റൂമായിരുന്നു. ഒരു 2 പേർക്കൊക്കെ നന്നായിട്ട് അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഇട്ടിട്ട് അതിൽ എന്തൊക്കെയോ സംസാരിക്കണതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലൊന്നും ആഡ് ചെയ്യണില്ല. കാരണം അവിടെ നല്ല സൗണ്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും ഇതിൽ ആഡ് ചെയ്തില്ല. സൗണ്ടൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കിയായിരുന്നു. അപ്പോൾ ഞാൻ വോയിസ് അതാണ് ഇപ്പോൾ ഇടുന്നത്. റൂമിൽ TVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുറേ വീടുകളൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എൻ്റെ ഒരു ഷോ ആണ്. നല്ല രസമുണ്ടായിരുന്നു. ആ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു സ്പേസായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോണത്. ഇതിലൊക്കെ ഇപ്പോൾ നല്ലോണം പാട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഫുഡ് കഴിക്കാനപ്പോൾ എത്തി. അപ്പോൾ എല്ലാവരും ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ആയിട്ടോ പറഞ്ഞത്. അവിടെയൊക്കെ നല്ല കലപിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടൊന്നും സൗണ്ടൊന്നും ഇതിൽ കയറ്റാത്തത്. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമായി. കാരണം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. 12:30 നേരത്താണ് കഴിക്കണം. പിന്നെ ഇത് അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചൊക്കെ തുടങ്ങിയിട്ട് ഞാൻ മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫുഡ് പിന്നെ വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞാൻ വേറെ എന്തോ ആയിരുന്നു നൂഡിൽസ് സംതിങ് എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ ഫുഡ് വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ. ഇത് മോളുടെ ഫുഡ് വന്നായിരുന്നു. അവൾക്ക് ദോശയാണ് വേണ്ടത്. അവൾ ഇതൊന്നും കഴിക്കില്ല. ഞാൻ ഫ്രൈഡ് റൈസായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾ ഇതൊന്നും കഴിക്കില്ല. അപ്പോൾ അവൾക്ക് ദോശയും പഞ്ചസാരയും വേണമെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളവിടെ നിന്ന് യാത്ര ചെയ്ത് ഞങ്ങളുടെ ഏകദേശം നമ്മുടെ സ്പോട്ട് എത്താറായിരുന്നു കേട്ടോ. ഞാൻ പിന്നെയും പറയണ റോക്ക് ക്യാമ്പർ എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടേക്കുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു. ഒരു കുന്നിൻ്റെ മേളിൽ കൂടെയൊക്കെയാണ് ഇത് പോകണ്ടായിരുന്നത്. മെല്ലെയാണ് പോകുന്നത്. വ്യൂസൊക്കെ നല്ലോണം ആസ്വദിച്ചിട്ടാണ് പോകണ്ടായിരുന്നത്. പിന്നെന്താ പറയണത്, അങ്ങനെ നമ്മുടെ റിസോർട്ട് എത്തി. ഇതാണ് ആ റിസോർട്ടിൽ നിന്നുള്ള വ്യൂ. എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ ഫോണിൽ അങ്ങനെ കണ്ട് അതേപോലെ തന്നെയായിരുന്നു. അവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഉച്ച നേരം ആയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ആസ്വദിക്കണമെന്നില്ല. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഊഞ്ഞാലാടാന്നൊക്കെ വിചാരിച്ചു. അപ്പം അങ്ങനെ കുറേ റൂംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള റൂംസ് അവിടെ അവൈലബിൾ ആണ്. ടെൻറ്റുകളാണ് ഇതൊക്കെ കുറേ. പിന്നെ ഇതാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന റൂമിൻ്റെ അവിടേക്കുള്ള വ്യൂ. നമ്മൾ 3 റൂംസാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് മാത്രമായിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് നടക്കുകയാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇതാണ് ഞങ്ങളുടെ റൂം. ഇത്
മറ്റേ ഇവരുടെയൊക്കെ റൂമാണിത്. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വൈകിട്ടൊക്കെ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാനും. അപ്പം അതിനായിട്ട് ഞങ്ങൾ ഒരു 3 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒറ്റ ഒരു സെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോട്ടേജാണിത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല നമുക്ക് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഇപ്പം മോൾക്കും സുഖമായിട്ട് കിടക്കാനും കളിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് ഇതിനുള്ളിൽ. കുഞ്ഞിനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ നല്ല കളിയായിരുന്നു. അങ്ങനെ അത് റൂമിൽ ഇതൊക്കെ ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ പിന്നെയും പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പം മോള് ഊഞ്ഞാലൊക്കെ ആടാണ്. ഇതാണ് കേട്ടോ അവിടെ നിന്നുള്ള വ്യൂ. നല്ല അടിപൊളിയായ വ്യൂ ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമായും. എന്തായാലും ഇവിടെ വരുന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതിപ്പോൾ ഒരു 3-4 മണിയാക്കിയപ്പോൾ തന്നെ ചെറിയ തണവൊക്കെ വന്നു തുടങ്ങി. ഇത് കറക്റ്റ് മൂന്നാറല്ല. മൂന്നാറിന് ഇവിടെ നിന്നും കുറച്ച് പോകാനൊക്കെ ഉണ്ട്. ഇത് മുടിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ഫുൾ അവിടെയുള്ള സ്ഥലങ്ങളും അതുപോലെ റൂംസൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും നടക്കുകയാണ് കേട്ടോ. നല്ല കാറ്റായിരുന്നു നേരത്തെ. പിന്നെ ഒരു വൈകിട്ട് ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു ഈ ടൈമിലൊക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ അത് ആസ്വദിച്ച് മെല്ലെ മെല്ലെ നടന്ന് പോവായിരുന്നു. പിന്നെ ഇവിടെ വൈകിട്ട് ഇന്നിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവർക്കിപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവർ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അതുപോലെ എന്ത് വേണമെങ്കിലും അവർ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളതൊക്കെ പ്ലാൻ ചെയ്തിട്ട് നടക്കുകയാണ് എന്താണ് വേണ്ടത്. പിന്നെ ഡാൻസ് പ്രോഗ്രാമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിന് അവർ അത് നമുക്കത് നൈസായിട്ട് സെറ്റ് ചെയ്ത് തരുമല്ലോ. ഇതൊരു റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പൂള്. അപ്പോൾ ഇതൊക്കെ വൈകിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവരും കുളിക്കാമെന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ ഉറങ്ങാൻ എണീറ്റ് നേരെ പൂളിൽ കളിക്കാൻ പോകുമായിരുന്നു. ഇവരൊക്കെ എല്ലാവരും ഫുള്ള് വെള്ളത്തിൽ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ പൂളിൽ കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ വന്ന് ഫുഡ് അടിച്ച് വേഗം കിടന്നുറങ്ങി. പിന്നെ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ ഡേ 1 മാത്രമാണ്. ഡേ 2 നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.